കണ്ടോ? അതൊക്കെ പറയുന്നത് എന്താ? നൂറുന്നലാ നൂറ്, പ്രകാശത്തിന് മേലെ പ്രകാശം. അപ്പൊ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന പ്രകാശമാണ് ആ നൂറ്. അത് മനുഷ്യന് നഷ്ടപ്പെട്ടാ പോയി. ആ നൂറ് നൽകപ്പെടാതെ പോയാ ഇരുട്ടിലായി. നൂറുന്നലാ നൂറ്, ആ പ്രകാശം യഹ്ദില്ലാഹു ലിനൂരിഹി, അല്ലാഹു അവന്റെ ആ പ്രകാശത്തിലേക്ക് നയിക്കുന്നു. മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ, നമ്മൾ ഉദ്ദേശിക്കുന്നവരെ അതിലേക്ക് നയിക്കാൻ നമുക്ക് പറ്റൂല. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആഗ്രഹിച്ചു ആ നൂറൊന്ന് അബൂ താലിബിന് കിട്ടാൻ. മരണവേളയിലും പോയി പറഞ്ഞു നോക്കിയില്ലേ? യാ അമ്മി, പിതൃവ്യനോട് പോയി പറഞ്ഞില്ലേ? മുത്താപ്പയോട് പറഞ്ഞില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, പറഞ്ഞില്ലല്ലോ അദ്ദേഹം. അള്ളാഹു എന്താ നബിതങ്ങളുടെ വിഷമം കണ്ടിട്ട് ആശ്വസിപ്പിച്ചത്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഓ നബിയേ, നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ നേർവഴിയിലാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. അല്ലാഹു അത്രേ അവൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നത്. ഹിദായത്ത് റബ്ബന്നെ കൊടുക്കണം സഹോദരങ്ങളെ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും 5 നേരം അള്ളാഹിനോട് ആ ഹിദായത്ത് നിലനിൽക്കാൻ വേണ്ടി ഇങ്ങനെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നത്, അതിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഹൃദയത്തെ നേരിൻ്റെ പാതയിലേക്ക് നീ ആക്കിയതിൻ്റെ ശേഷം പിന്നെ നീ തെറ്റിച്ച് കളയരുതേ. നിന്റെ അടുക്കൽ എന്ന നിന്റെ അനുഗ്രഹത്തെ നീ ഓശാരമായി എപ്പോഴും നൽകിക്കൊണ്ടിരിക്കണമേ. നീയല്ലയോ ഉദാരമായി ഓശാരമായി എപ്പോഴും ധാരാളം നൽകുന്നവൻ. ഇത് അള്ളാഹിനോട് നമ്മൾ മനസ്സുരുകി തേടുന്നുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണമേ. കാരണം അതിലേക്ക് നയിക്കാൻ അള്ളാഹിനെ കൊണ്ടേ കഴിയുള്ളൂ, വേറൊരാളെ കൊണ്ടത് പറ്റൂല. റബ്ബിൽ നിന്ന് മാത്രമേ നമുക്കത് കിട്ടുള്ളൂ, വേറെ ഒരാൾക്കും അത് നമുക്കത് തരാൻ പറ്റൂല. ഒരാൾക്ക് നമ്മെ ഉപദേശിക്കാൻ പറ്റിയേക്കും, ഇൽമുള്ള ഒരാൾക്ക് നമ്മെ ഉപദേശിക്കാം, നമ്മൾ കേൾക്കുകയും ചെയ്യും. പക്ഷെ അയാൾ ഉപദേശിച്ചത് കൊണ്ട് നമ്മൾ നന്നായിക്കൊള്ളണമെന്നില്ല, നമ്മൾ ഉപദേശിച്ചത് കൊണ്ട് വേറൊരാൾ നന്നായിക്കൊള്ളണമെന്നില്ല. ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയോട് പോലും അദ്ദേഹത്തെ സ്നേഹിക്കാൻ എന്ന പേരിൽ ആളുകൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ? ഈ നടക്കാത്ത കാര്യമാണ്. ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലളാഫിഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യിൻ മുഹിയദ്ദീനി. എൻ്റെ ഹൃദയത്തെ അങ്ങൊന്ന് പ്രവേശിച്ചിട്ടുള്ള മാർഗത്തിലേക്ക് എനിക്ക് ഉൾക്കാഴ്ച തരണേ. ആ മാർഗത്തിൽ അങ്ങ് പ്രവേശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ മാർഗത്തിൻ്റെ ഉടമ ഇപ്പോൾ നിങ്ങളാണ് ശൈഖവറുകളെ, അതിലേക്ക് എന്നെയും ചേർത്ത് തരണേ. കണ്ടോ? അപ്പൊ ശൈഖ് ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും ഒക്കെ പറ്റുന്നാണ് ഇവരുടെ സൂഫി വിശ്വാസം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സൂഫി മതം വേറെ, ഇസ്ലാം മതം വേറെ. മലയിലൊക്കെ പറയുന്നത് എന്താ? നിലനെ കൊടുപ്പാനും നിലനെ കളവാനും നായന്നവർക്കനുവാദം കൊടുത്തോവർ. ഉന്നതമായ നിലവാരത്തിലേക്ക് ഒരാളെ ഉയർത്താനും ഒരാളെ താഴ്ത്താനും ഒക്കെ അള്ളാഹു അനുവാദം കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വരെ അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല. അബൂ താലിബിൻ്റെ നിലവാരം ഒന്ന് ഉയർന്നു കാണാൻ എത്ര ആഗ്രഹിച്ചു മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പറ്റിയില്ല. ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിരന്തരം ഉപദേശിച്ചു നോക്കി, മരണവേളയിലും പോയി പറഞ്ഞു നോക്കി. അയാൾ മാറിയില്ല, അയാൾ അവിശ്വാസിയായി തന്നെ മരണപ്പെട്ടു പോയി. പ്രവാചകനോട് അള്ളാഹു പറഞ്ഞാൽ എന്താ അറിയോ? നിങ്ങൾക്ക് അതിൻ്റെ അധികാരം തന്നിട്ടില്ല, എൻ്റെ അടുക്കലാണ്, അത് വിട്ടു തന്നിട്ടില്ല, ആർക്കും കൊടുത്തിട്ടില്ല. അത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. ഇതാ പറയുന്നത്. ഖുർആൻ ഒന്ന് പറയുന്നു, മാല വേറൊന്നു പറയുന്നു എന്ന് പറയുന്നു. ഇതുകൊണ്ടായി മാലയും മൗലിദൊന്നും പാടരുത് എന്ന് പറയുന്നത്. ഇതെൻ്റെ പ്രിയപ്പെട്ട ന്യൂ ജനറേഷനും മനസ്സിലാക്കണം. അവർക്ക് അറിഞ്ഞൂടാ എന്താ ഈ മാലപ്പാട്ട്, എന്താ മൗലിദിലുള്ളത് എന്നൊന്നും. ഖുർആനുമായിട്ട് ഇത് ഏറ്റുമുട്ടുകയാണ്. കാരണം അത് കുഴപ്പം അടിസ്ഥാനം പഴിച്ചതാണ്. കാരണം ഇസ്ലാമിൻ്റെ സിദ്ധാന്തങ്ങളൊന്ന് വേറെ,
ഇസ്ലാമികമായ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ വന്നിട്ടുള്ള സോഴ്സുകൾ ഒന്ന് വേറെ, സൂഫികളുടെ ആശയങ്ങളും ആചാരങ്ങളുമൊക്കെ വന്നിട്ടുള്ള സോഴ്സ് ഒന്ന് വേറെയാണ്. അതാ ഇതിങ്ങനെ ഒരിക്കലും ചേരാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഒരു നോട്ടം കൊണ്ടൊക്കെ ആളെ ഔലിയാക്കുന്നാണ് മൊഹീദ്ദീൻ മാലയിലും റിഫാഴി മാലയിലും ഒക്കെ പറയുന്നത്. മൊഹീദ്ദീൻ ഷേഖിന് റിഫാഴി ഷേഖിൻ്റെ ഒക്കെ കറാമത്ത് പറയണം എന്താ? ഒരാളെ നോക്കിയാൽ മതി, അവിടെ നോക്കിയാൽ തന്നെ അയാളാണ്ട് വലിയ ഔലിയാവും. അവളെ കണ്ടാൽ തന്നെ മതി എന്നാണ്. മൊഹീദ്ദീൻ ഷേഖിനെ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം കണ്ടാൽ അയാൾ വലിയ ഔലിയായി മാറുന്നതാണ്. ഇങ്ങനെയൊക്കെ ഓരോ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ. ഓരോരുത്തരെ നിന്നെ ഞാൻ ഔലിയാക്കി, നിന്നെ ഞാൻ ഔലിയ സ്ഥാനത്ത് നിന്ന് ഡിസ്മിസ് ചെയ്തു, പിരിച്ചുവിട്ടു, ഇങ്ങനെയൊക്കെ പറയും. ഒക്കെ വരാ തീരുമാനിക്കുന്നത്. ലോകത്തിൻ്റെ കൺട്രോൾ തന്നെ ഇവരെ കയ്യിലാണ്. ആലം 18,000 കൺട്രോൾ ചെയ്യുന്ന ഔലിയപ്പാപ്പയാണ് CM മടവൂർ എന്നാണ് ഇവരുടെ വിശ്വാസം. ലോകം തന്നെ നിയന്ത്രിക്കുന്നത്. ആലോചിച്ച് നോക്കണം. ഹിദായത്തിൽ നിന്ന് തെറ്റിപ്പോവുകയാണ്. അള്ളാന്റെ നൂറുണ്ടല്ലോ എല്ലാവർക്കും കിട്ടൂല. ഞാൻ മറ്റേ തരീക്കത്തിൻ്റെ ആളാ, ഞാൻ ഖാദിരിയ തരീക്കത്താണ്, ഞാൻ റിഫാഴിയ തരീക്കത്താണ്, ഞാൻ ചിശ്തിയ അജ്മീരി തരീക്കത്താണ്, ഞാൻ നഖ്ശബന്ദി തരീക്കത്താണ്, ഞാൻ സുഹ്റവർദി തരീക്കത്താണ്, ഞാൻ എന്ത് തരീക്കത്താണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ അള്ളാഹിൻ്റെ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തരീക്കത്താണ് എന്ന് പറഞ്ഞാലല്ലാതെ രക്ഷപ്പെടൂല എന്ന് എല്ലാവരും മനസ്സിലായിക്കോളി.